Hello all, welcome to our channel. Hope everybody is staying safe and happy. So, ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. Hope it will be useful. So, let's begin the video. നീ എത്തിയോ? നമ്മൾ ചോദിക്കുകയാണ്, നീ എത്തിയോ? അതെങ്ങനെ ചോദിക്കുക? ചോദ്യമാണ് അല്ലേ? Did you reach? Reach എത്തുക. നീ എത്തിയോ? Did you reach? അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് യു റീച്ച്ഡ് എന്ന് നമുക്ക് ചോദിക്കാം. നീ വീട്ടിലെത്തിയോ? ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഡിഡ് യു റീച്ച് ഹോം? നീ വീട്ടിലെത്തിയോ? ഡിഡ് യു റീച്ച് ഹോം? ഡിഡ് യു റീച്ച് ഹൗസ് എന്ന് നമ്മൾ ചോദിക്കില്ല കേട്ടോ. ഡിഡ് യു റീച്ച് ഹോം? നീ വീട്ടിലെത്തിയോ? ഡിഡ് യു റീച്ച് ഹോം? ഇനി ഇൻഫോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ യു റീച്ച്ഡ് ഹോം എന്ന് നമുക്ക് ചോദിക്കാം. നീ ആശുപത്രിയിലെത്തിയോ? ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഡിഡ് യു റീച്ച്? നീ എത്തിയോ? ഡിഡ് യു റീച്ച്? നീ എത്തിയോ? എവിടേക്ക്? ആശുപത്രി. അപ്പോൾ ദ ഹോസ്പിറ്റൽ. അവൾക്ക് എന്നോട് എന്തോ വിരോധമുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാ പറയാൻ നോക്കാം. അവൾക്ക് ഷീ ഹാസ് എന്തോ വിരോധമുണ്ട് എന്ന് പറയാനായിട്ട് സംതിങ് എഗെയിൻസ്റ്റ്. എന്നോട് അപ്പോൾ മീ. അവൾക്ക് എന്നോട് എന്തോ വിരോധമുണ്ട്. ഷീ ഹാസ് സംതിങ് എഗെയിൻസ്റ്റ് മീ. ടീച്ചർക്ക് അവരോട് എന്തോ വിരോധമുണ്ട്. ഇത് നമ്മൾ എങ്ങനെ പറയും? ദ ടീച്ചർ ഹാസ്. ദ ടീച്ചർ ഹാസ് എന്തോ വിരോധമുണ്ട് എന്ന് പറയാനായിട്ട് സംതിങ് എഗെയിൻസ്റ്റ്. അവരോട് എന്ന് പറയാനായിട്ട് ദം. ടീച്ചർക്ക് അവരോട് എന്തോ വിരോധമുണ്ട്. ദ ടീച്ചർ ഹാസ് സംതിങ് എഗെയിൻസ്റ്റ് ദം എന്ന് നമുക്ക് പറയാം. ടീച്ചർക്ക് അവരോട് എന്തോ വിരോധമുണ്ട്. ദ ടീച്ചർ ഹാസ് സംതിങ് എഗെയിൻസ്റ്റ് ദം. അല്ലെങ്കിൽ ദ ടീച്ചർ സീംസ് ടു ഹാവ് സം പ്രോബ്ലം വിത്ത് ദം എന്ന് നമുക്ക് പറയാം. എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. ഇത് നമ്മൾ എങ്ങനെ പറയും? എനിക്ക് ഇല്ല. ഐ ഡോണ്ട് ഹാവ്. എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ്. എന്ത്? ഒരു വിരോധവും. I don't have anything against നിന്നോട് എന്ന് പറയാനായിട്ട് യു. എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് അഗെയിൻസ്റ്റ് യു. എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് അഗെയിൻസ്റ്റ് യു അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് യു എന്ന് നമുക്ക് പറയാം. അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ് അല്ലേ? ഇതെങ്ങനെയാണ് പറയുക എന്ന് നമുക്ക് നോക്കാം. അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദർ ഇസ് നോ യൂസ്. ദർ ഇസ് നോ യൂസ് ഇൻ ടെല്ലിങ് ഹിം. അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദർ ഇസ് നോ യൂസ് ഇൻ ടെല്ലിങ് ഹിം അല്ലെങ്കിൽ there is no point in telling him എന്നും നമുക്ക് പറയാം. നീ വെറുതെ അതിൽ സമയം കളയണ്ട. ഇത് നമ്മളെങ്ങനെ പറയും? വെറുതെ സമയം കളയണ്ട എന്ന് പറയാനായിട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നീ വെറുതെ സമയം കളയണ്ട. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നീ വെറുതെ സമയം കളയണ്ട. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അതിൽ എന്ന് പറയാനായിട്ട് ഓൺ ഇറ്റ്. നീ വെറുതെ അതിൽ സമയം കളയണ്ട. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ ഇറ്റ് അല്ലെങ്കിൽ ദർ ഇസ് നോ യൂസ് ഇൻ ഇൻവെസ്റ്റിംഗ് യുവർ ടൈം ഓൺ ഇറ്റ് എന്ന് നമുക്ക് പറയാം. എന്താ നിൻ്റെ പ്ലാൻ? കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? എന്താ നിൻ്റെ പ്ലാൻ? ഇതെങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഈസ് യുവർ പ്ലാൻ? അതിന് നമുക്ക് വാട്ട്സ് യുവർ പ്ലാൻ? എന്താ നിൻ്റെ പ്ലാൻ? അപ്പോൾ നമ്മളെപ്പോഴും ഇൻഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഷോർട്ടാക്കി സംസാരിക്കാൻ ശ്രമിക്കണം. എന്താ നിൻ്റെ പ്ലാൻ? അപ്പോൾ വാട്ട് ഈസ് യുവർ പ്ലാൻ അങ്ങനെയൊന്നും പറയണ്ട. വാട്ട്സ് യുവർ പ്ലാൻ? വാട്ട്സ് യുവർ പ്ലാൻ? ഓക്കെ.
എനിക്ക് ഒരു പ്ലാനും ഇല്ല. നമ്മൾ പറയില്ലേ എനിക്ക് ഒരു പ്ലാനും ഇല്ല, അതെങ്ങനെയാ പറയാ? ഐ ഡോണ്ട് ഹാവ്. എനിക്ക് ഇല്ല. ഐ ഡോണ്ട് ഹാവ് എന്ത്? ഒരു പ്ലാനും എന്ന് പറയാനായിട്ട് എനി പ്ലാൻ. ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻ. എനിക്ക് ഒരു പ്ലാനും ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻ. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഡു യു ഹാവ് എനി ഐഡിയ? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഡു യു ഹാവ് എനി ഐഡിയ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ പറയില്ലേ എനിക്ക് ഒരു ഐഡിയ ഇല്ല, അതെങ്ങനെയാ പറയാ? ഐ ഹാവ് നോ ഐഡിയ. ഐ ഹാവ് നോ ഐഡിയ. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഐഡിയയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ചോദ്യം ഉണ്ടാവും അല്ലേ? ഇത് വല്ലതും നടക്കുമോ, അല്ലെങ്കിൽ ഇത് നടപ്പിലാവണ കാര്യമാണോ എന്നൊക്കെ ചോദിക്കില്ലേ? ഇത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? വിൽ ദിസ് വർക്ക് ഔട്ട്? വിൽ ദിസ് വർക്ക് ഔട്ട്? ഇത് നടപ്പിലാവണ കാര്യമാണോ, അല്ലെങ്കിൽ ഇത് വല്ലതും നടക്കുമോ എന്ന് ചോദിക്കാനായിട്ട് വിൽ ദിസ് വർക്ക് ഔട്ട് എന്ന് നമുക്ക് ചോദിക്കാം. എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതെങ്ങനെ പറയും? ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല, ഐ ഡോണ്ട് തിങ്ക് സോ. ഇനി എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് പ്രതീക്ഷയുണ്ട്, അപ്പോൾ അത് നമ്മളെങ്ങനെ പറയും? ഐ ഹാവ്. എനിക്കുണ്ട്, ഐ ഹാവ്. പ്രതീക്ഷ എന്ന് പറയാനായിട്ട് ഹോപ്പ്. എനിക്ക് പ്രതീക്ഷയുണ്ട്, ഐ ഹാവ് ഹോപ്പ്. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. നമ്മളെപ്പോഴും പറയില്ലേ ഇതെങ്ങനെയാ പറയാ? എനിക്ക് വേണം. ഐ നീഡ്. കുറച്ച് മനസ്സമാധാനം, സം പീസ് ഓഫ് മൈൻഡ്. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. ഐ നീഡ് സം പീസ് ഓഫ് മൈൻഡ്. അവൾക്ക് കുറച്ച് മനസ്സമാധാനം കൊടുക്ക്. ഇതെങ്ങനെയാ പറയാ? അവൾക്ക് കൊടുക്ക്. ഗീവ് ഹർ. അവൾക്ക് കൊടുക്ക്, ഗീവ് ഹർ. എന്ത്? കുറച്ച് മനസ്സമാധാനം, സം പീസ് ഓഫ് മൈൻഡ്. അവൾക്ക് കുറച്ച് മനസ്സമാധാനം കൊടുക്ക്. ഗിവ് ഹർ സം പീസ് ഓഫ് മൈൻഡ്. എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല. നമ്മൾ പറയില്ലേ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല. ഇതെങ്ങനെ പറയാ? ഐ ഹാവ് നോ പീസ് ഓഫ് മൈൻഡ്. ഐ ഹാവ് നോ പീസ് ഓഫ് മൈൻഡ്. എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല. ഐ ഹാവ് നോ പീസ് ഓഫ് മൈൻഡ്. അവൾക്ക് വയ്യ. അവൾക്ക് വയ്യ എന്നെങ്ങനെയാ പറയാ? അവൾ, ഷീ ഇസ് സുഖമില്ല അല്ലെങ്കിൽ വയ്യ എന്നൊക്കെ പറയാനായിട്ട് ഷീ ഈസ് നോട്ട് വെൽ അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് ഫീലിംഗ് ഗുഡ് എന്ന് നമുക്ക് പറയാം. അവൾ വിശ്രമിക്കട്ടെ. ഇതെങ്ങനെ പറയാ? അവൾ വിശ്രമിക്കട്ടെ. എന്തെങ്കിലും കാര്യം ചെയ്യട്ടെ എന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് ലെറ്റ്. അവൾ വിശ്രമിക്കട്ടെ. ലെറ്റ് ഹർ ടേക്ക് റെസ്റ്റ്. ടേക്ക് റെസ്റ്റ്. അവൾ വിശ്രമിക്കട്ടെ. ലെറ്റ് ഹർ ടേക്ക് റെസ്റ്റ്. ഞാൻ വിശ്രമിക്കട്ടെ. ലെറ്റ് മീ ടേക്ക് റെസ്റ്റ്. അവർ വിശ്രമിക്കട്ടെ. ലെറ്റ് ദെം ടേക്ക് റെസ്റ്റ്. അവളെ ശല്യപ്പെടുത്തണ്ട അല്ലെങ്കിൽ അവളെ ശല്യപ്പെടുത്തരുത്. ഇത് നമ്മളെങ്ങനെ പറയും? ചെയ്യരുത്. അപ്പോൾ ഡോണ്ട്. ശല്യപ്പെടുത്തുക, ഡിസ്റ്റർബ്. അവളെ, ഹർ. അവളെ ശല്യപ്പെടുത്തണ്ട അല്ലെങ്കിൽ അവളെ ശല്യപ്പെടുത്തരുത്. ഡോണ്ട് ഡിസ്റ്റർബ് ഹർ. ഡോണ്ട് ഡിസ്റ്റർബ് ഹർ. എന്നെ ശല്യപ്പെടുത്തരുത്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഞാൻ പലവട്ടം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. ഇത് നമ്മൾ എങ്ങനെയാ പറയാ? ഞാൻ പറഞ്ഞു. ഐ ടോൾഡ്. പലവട്ടം എന്ന് പറയാനായിട്ട് സെവറൽ ടൈംസ് അല്ലെങ്കിൽ മെനി ടൈംസ് എന്നും നമുക്ക് പറയാം. ഞാൻ പലവട്ടം പറഞ്ഞു. ഐ ടോൾഡ് സെവറൽ ടൈംസ്.
ഞാൻ അവളോട് പലവട്ടം പറഞ്ഞു. ഇത് നമ്മൾ എങ്ങനെയാ പറയാ? ഞാൻ അവളോട് പറഞ്ഞു. ഐ ടോൾഡ് ഹർ. ഞാൻ അവളോട് പറഞ്ഞു. ഐ ടോൾഡ് ഹർ. പലവട്ടം, സെവറൽ ടൈംസ്. ഞാൻ അവളോട് പലവട്ടം പറഞ്ഞു. ഐ ടോൾഡ് ഹർ സെവറൽ ടൈംസ്.